എന്ത് ചെയ്താ ഇത് ഇതല്ലേ അതാണോ പേജ് നമ്പർ 18. ക്യുക്ക്. ഓ 1 സെക്കൻഡ്. പേജ് നമ്പർ 18. സാറേ എടുത്തില്ല, എടുക്കണം. എടുക്കണം. 1 സെക്കൻഡ് സാറേ, ലെസൺ എടുക്കുന്നേ ഉള്ളൂ ഇതിനകത്തുനിന്ന്. മലയാളം അല്ലേ? 18 പേജ് നമ്പർ 28 ലെസൺ. മേപ്പോട്ട് പോകും. ലെസൺ 3. 18. മോളിൽ പോകുന്നു. നൂറേ ആയുള്ളൂ. 18 എടുക്കോട്ടെ. എടുക്ക. ഇല്ല 86. പേജ് 18 അല്ലേ? പേജ് മേളിലോട്ട് പോകുന്നില്ല. 44 ആയല്ലേ ഉള്ളൂ. പേജ് നമ്പർ പേജിന്റെ അടിയിലാണ് എഴുതിയേക്കുന്നത്. നോക്കുന്നുണ്ട് സാറേ, അത് നമ്മൾ ഒത്തിരി പോയി, അതുകൊണ്ടാ സൈഡ് ബാർ കാണുന്നില്ല. ലെസൺ 18 എന്നല്ലേ പറഞ്ഞേ? പേജ് നമ്പർ 18 എന്നാ പറഞ്ഞേ. അപ്പൊ താഴത്തോട്ട് വരണം. ഇനി കറക്റ്റാ പോന്നെ, കറക്റ്റാ പറയാം. കണ്ടോണ്ടിരിക്കല്ലേ. 30 ആയല്ലോ, 18 പോട്ടെ. സ്റ്റോപ്പായ ഇല്ല 26. ഓക്കെ. ലെസൺ 3 ഒരു പേജ് കൂടെ, ഒരെണ്ണം പോട്ടെ. സിനിമയുടെ വരട്ടെ. മതി. എത്രയായി? ഒരു പേജ് കൂടെ മേലോട്ട് പോട്ടെ. ഒരു പേജ് കൂടെ താഴോട്ട്. 19. അടുത്ത 18. ഇച്ചിരി ആ പേജ് തന്നെ ഇത്തിരി ഇറ്റ്സ് നമ്മൾ ആൽഫബറ്റ്സ് ആണ് പഠിച്ചത്. റിമെമ്പർ? നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം. ഞാൻ ചോദിക്കുന്ന മറുപടി പറയണം. എല്ലാവരും ഈ ആൽഫബറ്റ്സ് പഠിച്ചോ? ഒരു ഹോംവർക്ക് തന്നായിരുന്നു. ആൽഫബറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞൊരു ആൽഫബറ്റ്സ് പഠിക്കാൻ ഹോംവർക്ക് തന്നായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നോ? ഞാൻ 23 പേജ് നമ്പർ 23 ട്രാൻസ്ലിറ്ററേഷൻ ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. അത് ചെയ്തോ? ചെയ്തു. പക്ഷെ അതിനകത്തൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. 2-3 ഡൗട്ട്. ചോദിച്ചോളൂ സാറേ. ഇതിനകത്ത് സിഗ്മ നമ്മള് ലാസ്റ്റ് വരുമ്പോ ആ എസ് പോലെ എഴുതുന്നല്ലേ എഴുതേണ്ടത്? സിഗ്മ ലാസ്റ്റ് വരുമ്പോ എസ്, തുടക്കത്തിലും നടുക്കൊക്കെ വരുമ്പോൾ മറ്റേ സിഗ്മ. ഓക്കെ, അതൊന്ന്. പിന്നെ എച്ചിന് ചൈ എന്നുള്ള എച്ച് എന്ന് പറയുന്ന അക്ഷരം ഗ്രീക്കിലില്ല. അപ്പൊ ചൈ എന്നുള്ളതാണ് എഴുതണ്ടേ? അല്ലല്ല, കേക്ക്. എച്ച് എന്ന് പറയുന്ന അക്ഷരം ഇംഗ്ലീഷിൽ ഉള്ളതുപോലെ ഗ്രീക്കിലില്ല. ഓക്കെ. ആ എച്ചിന് പകരം ഞാൻ ബ്രീത്തിങ് പഠിപ്പിച്ചായിരുന്നല്ലോ. റഫ് ബ്രീത്തിങ്. നമ്മൾ സിംഗിൾ എന്തോ പഠിപ്പിച്ച, അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഓക്കെ, ശ്രദ്ധിക്കൂ. ഒരു വാക്ക് ശ്രദ്ധിക്കൂ. When a word in Greek starts with a vowel,
ഏതൊക്കെയാണ് വവൽസ്? A, എ ഇ ഐ ഒ യു. ഗ്രീക്കിൽ ആൽഫ, എപ്സിലോൺ, അയോട്ട, ഒമിക്രോൺ ഇതിനകത്തുണ്ട്. ഒബ്സിലോൺ, ഉപ്സിലോൺ. ഇതാണ് വവൽസ്. ആ വവൽസിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകൾക്കും ആ വവലിന്റെ മേളിൽ ഒരു മാർക്കിംഗ് ഉണ്ട്. വവലിന്റെ മേളിൽ എന്തുണ്ട്? ഒരു മാർക്കിംഗ്. ആ മാർക്കിങ്ങിന് പറയുന്ന പേരാണ് ബ്രീത്തിങ്. ആ ബ്രീത്തിങ് 2 ബ്രീത്തിങ് ഉണ്ട്. ഒന്ന് സ്മൂത്ത് ബ്രീത്തിങ്, അത് കോമയുടെ ഷേപ്പാണ്. അത് മനസ്സിലായി. പക്ഷേ മറ്റേത് റഫ് ബ്രീത്തിങ്. റഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഇടതുവശത്ത് ഇടുന്ന പോലെ മേപ്പോട്ടാണ്. ആ റഫ് ബ്രീത്തിങ് ഒരക്ഷരത്തിന്റെ മേളിൽ ഉണ്ടെങ്കിൽ അത് എച്ചിന് തുല്യമാണ്. അതാണ് എച്ച്. അല്ല, അപ്പൊ നമ്മള് ഏത് ലെറ്റർ എഴുതിയിട്ടാണ് ആ റഫ് ബ്രീത്തിങ് ഇടേണ്ടത്? ഈ പറഞ്ഞത് എന്താ? എല്ലാ വവൽസിന്റെ മേളിൽ ബ്രീത്തിങ് ഉണ്ട്. ഏതെങ്കിലും വവൽ ഇടാവോ നമുക്ക്? എന്തോ? ഇപ്പൊ 4 വവൽ ഇല്ലേ? അപ്പൊ അതിൽ ഏത് വവൽ? 5 വവൽ. ഏത് വവൽ ഇട്ടിട്ടാണ് നമ്മൾ ആ റഫ് ബ്രീത്തിങ് ഇടണ്ടേ? അപ്പൊ എല്ലാ വവലിനും ബ്രീത്തിങ് ഇടണം. ഈ ബ്രീത്തിങ് ഇടുന്ന, റഫ് ബ്രീത്തിങ് ഇടുന്ന എല്ലാത്തിനും സ്മൂത്ത് ബ്രീത്തിങ് വേണം. അല്ലെങ്കിൽ സ്മൂത്ത് ബ്രീത്ത് ഇല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് റഫ് ബ്രീത്തിങ് ആണോ സ്മൂത്ത് ബ്രീത്തിങ് ആണോ എന്ന് സംശയം വരും. എല്ലാത്തിനും റഫ് ബ്രീത്തിങ് ഇല്ല. എച്ചിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മാത്രമേ റഫ് ബ്രീത്തിങ് ഇടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹ്യൂറിസ്കോ. നിങ്ങൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ് വരും. ഹ്യൂറിസ്കോ, HURISKO. നമ്മൾ ഇംഗ്ലീഷ് ഹ്യൂറിസ്കോ. അതിന് റഫ് ബ്രീത്തിങ്. എന്തോ? ഈ ഞങ്ങൾ എഴുതിയതിനകത്ത് ആ വാക്കുണ്ട്. അത് ഞാന് അടുത്ത പാഠത്തിൽ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത്രയും ഓർക്കുക. റഫ് ബ്രീത്തിങ് വരുമ്പോ മാത്രമേ എച്ച് എന്ന് പ്രൊനൗൺസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആദ്യത്തെ എച്ച് ആയിട്ട് അത് മനസ്സിലാക്കുക. പക്ഷേ ഗ്രീക്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ ഈറ്റ എന്ന പദത്തിന്റെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് പോലെ എഴുതും. പക്ഷെ അത് എച്ച് അല്ല, ഈറ്റായാണ്. മനസ്സിലായല്ലോ? അത് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ എക്സ് എന്ന അക്ഷരം എഴുതുമ്പോ, എക്സ് എന്ന അക്ഷരം ഗ്രീക്കിൽ കൈ, നമ്മൾ CHI, ക്രിസ്റ്റോസിന് നമ്മൾ എക്സ് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി മാസ് എന്ന് എഴുതിയ ക്രിസ്തുമസ്, എച്ച് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ST എന്ന് എഴുതിയ ക്രൈസ്റ്റ്. അതായത് സി എന്ന അക്ഷരം ഗ്രീക്കിൽ ഇല്ല. സി എന്ന അക്ഷരമില്ല. അതിന് പകരം കൈ. നമ്മൾ സി എന്ന് എഴുതിയിട്ട് ക്യാറ്റ് എന്ന് വായിക്കുന്നത് പോലെ CAT, ക്യാറ്റ്. സി എന്ന അക്ഷരം പറയും, പക്ഷെ എഴുതുമ്പോ ക്യാ എന്ന് വായിക്കുന്നത് പോലെ ഈ ഗ്രീക്കിൽ ഖൈ എന്ന അക്ഷരമാണ് സി പോലെ എഴുതുന്നത്. അതുകൊണ്ടാണ്. അത് മനസ്സിലായോ? അത് മനസ്സിലായി. സൈ എന്നൊരു അക്ഷരമുണ്ട്. അത് ഇംഗ്ലീഷിലെ എക്സ് പോലെ പ്രൊനൗൺസ് ചെയ്യും. സൈ. ഒരു ചന്ദ്രക്കല തൊട്ട് ഇടത്തോട്ട് 3 എഴുതി അടിവശം വളയ്ക്കുന്നതാണ് സൈ. ഓക്കെ. സൈ എന്ന അക്ഷരത്തിന് ഇത്തിരിയുടെ വലത്തോട്ട് നിൽക്കുക. സൈ എന്ന അക്ഷരത്തിന് കണ്ടില്ലേ? ഇത് സൈയാ. ഇതല്ല, ഇതിന് മേളിലുണ്ട് സൈ, XI. മേളിലോട്ട് പോകും. കണ്ടില്ലേ? XI എന്ന് എഴുതിയേക്കുന്നത്. സൈ അത് എഴുതുന്നത് ഒരു ചന്ദ്രക്കല പോലെ മേപ്പോട്ട് ഇട്ടിട്ട് ഇടത്തോട്ട് 3 എഴുതിയിട്ട് അടിച്ചുനുപ്പ് വളയ്ക്കുകയാണ്. അത് ഇംഗ്ലീഷിലെ എക്സ് മാതിരി നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. എക്സ്, സൈ. മറ്റേ താഴെ പറഞ്ഞ PSI, സൈ. അത് ഉദാഹരണം സൈക്കോളജി. നമ്മൾ സൈക്കോളജി എന്ന് എഴുതുമ്പോൾ PSY എന്ന് എഴുതുന്നതിന് ഗ്രീക്കിൽ സൂക്കേ. ആ സൈ ആണ് ആദ്യത്തെ അക്ഷരം. അതുകൊണ്ടാണ് സൈക്കോളജിക്ക് PSY എന്ന് ഇംഗ്ലീഷിൽ വന്നത്. ഇത്രയും പിടി കിട്ടിയോ? കിട്ടി. ഇനി ഒരെണ്ണോടുണ്ട്. ജെ എന്ന് പറയുന്നതിന് പകരം ജെ എന്ന് പറയുന്ന അക്ഷരം ഗ്രീക്കിൽ ഇല്ല. അതിന് പകരം ഐ ആണ് എഴുതുന്നത്. ജേക്കബ് എന്നുള്ളതിന് അയക്കോബോസ് എന്നാണ് എഴുതുന്നത്. ജീസസ് എന്നുള്ളതിന് ഈസൂസ് എന്നാണ് എഴുതുന്നത്. ഐ ആണ് തുടക്കം. ഐ വരുമ്പോൾ ഐ ആണ് ചേർത്ത് എഴുതുന്നത്. ജെ ഗ്രീക്കിൽ ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ ദ ക്വറി. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ വല്ല ഒരു ചോദ്യമൊക്കെ ചോദിക്കാമെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവും. എനിക്ക് പഠിപ്പിക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ?
ഈ ലെറ്റേഴ്സ് എല്ലാം പഠിച്ചോ? പഠിച്ചു. നിങ്ങൾ ആ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഇ എന്ന് എഴുതിയിട്ട് മേളിൽ ഒരു സ്ട്രോക്ക്, ഓ എന്ന് എഴുതിയിട്ട് മേളിൽ ഒരു സ്ട്രോക്ക് ഇട്ടേക്കുന്ന കണ്ടില്ലേ? അത് ലോങ് വവലിനെ കാണിക്കാനാണ്. ഈ എഴുതി മേളിൽ സ്ട്രോക്ക് ഇട്ടാൽ ഏറ്റാ, ഓ എഴുതി മേളിൽ സ്ട്രോക്ക് ഇട്ടാൽ അത് ഒമേഗ, അല്ലെ? ഒമേഗ. അത് ഇംഗ്ലീഷിൽ വരുമ്പോ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ സ്ട്രോക്ക് ഇടുന്നത്. ഇത്രയും മനസ്സിലായോ? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ബ്രാക്കറ്റിൽ ഐ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരം ഒരു ലോങ് വവൽ ആയിരിക്കും. ഒന്നി ഏറ്റ ആയിരിക്കും, അല്ലെ ഒമേഗ ആയിരിക്കും. അതിനുശേഷം ഒരു ഐ വന്നാൽ ഐ എഴുതത്തില്ല. അടിയിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം. സബ്സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ആ ബ്രാക്കറ്റ് ഇംഗ്ലീഷ് എഴുതിയപ്പോൾ ഐ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. ഇത്രയും മനസ്സിലായോ? നമുക്ക് ലെസൺ നമ്പർ 3 പോകാം. പുതിയതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇട്ടേ അടുത്ത ലെസണിലേക്ക് പോവാം. സാർ പുതിയതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തോ കേട്ടില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ കയറാത്ത ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ മതി. പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടോ? കഴിഞ്ഞ ആഴ്ച സാറേ ക്ലാസ് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു, അപ്പം റെക്കോർഡിങ് കിട്ടിയിട്ടില്ല. അയ്യോ സാറേ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു. റെക്കോർഡ് ഇല്ലാത്ത സ്ട്രെയിൻ ആണ്. നിങ്ങൾ ഈ ഗ്രീക്കിന്റെ ഒരു പ്രശ്നം, യു ഡോണ്ട് മിസ് ദ ക്ലാസ്. മിസ് ചെയ്ത ലാംഗ്വേജ് ആണ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, ഒന്നും മനസ്സിലാകത്തില്ല. അതാണ് സാറേ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കിട്ടാത്തതുകൊണ്ട് ഇത്തിരി സ്ട്രഗിൾ ഉണ്ട്. ഓക്കെ, ഞാൻ നട്സൽ ഒന്ന് പറയാം. ഇപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ബാക്കി എല്ലാം വിട്ടിട്ട് ഈ ആൽഫബറ്റ്സിലേക്ക് വരുന്നു. മതി. ശ്രദ്ധിക്കൂ, ഗ്രീക്കിൽ 24 അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളുണ്ട്? 24. ഹീബ്രുവിൽ 22. എത്രയുണ്ട്? ഹീബ്രുവിൽ 22. 119 സംഖ്യത്തിനും 1 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ 22 ഖണ്ഡങ്ങളായി തിരിച്ച് ഓരോ ഖണ്ഡികയുടെ മണ്ടയ്ക്ക് ഓരോ അക്ഷരം എഴുതിയിട്ടുണ്ട്. ആലിഫ്, ബെത്ത്, ഗിമൽ, ദാലത്ത്, ഹേ, വൗ, സൈൻ, ഹെത്ത്, തെത്ത്, കോഫ്, യോദ്, കഫ്, ലാമത്ത്, മേ, നൂൻ, സമക്. അത് ആ വാക്കുകൾ അറിയാമോ? അതാണ് ചില അക്ഷരങ്ങൾ. നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരിക. നിങ്ങൾ ആ 119 സങ്കീർത്തനം തലക്കെട്ടിൽ കിടക്കുന്ന വാക്കുകളെല്ലാം പഠിക്കുക. അക്ഷരം പിന്നെ വേണേ ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ലീവ് ഇറ്റ്. അതാണ് എബ്രായ ഭാഷയിലെ അക്ഷരം. ഇംഗ്ലീഷിൽ 26. മലയാളത്തിലോ? അമ്പത്തിയാറ്. മലയാളത്തിൽ 53 ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരനായ ശൂർനാട്, എന്റെ നാട്ടുകാരനായ ശൂർനാട് കുഞ്ഞമ്പിള്ള സാറ് ടൈപ്പ് റൈറ്ററിന്റെ ഫോമാറ്റിലേക്ക് വലിയ അക്ഷരങ്ങളൊക്കെ വിട്ടുമുറിച്ചാക്കിയപ്പോൾ മലയാളത്തിൽ ഇപ്പൊ എത്ര അക്ഷരമേ ഉള്ളൂ? 53 ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കൂ. ആൽഫ, ഈ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് ആദ്യം എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിലെ പോലെ ഗ്രീക്കിലെ അക്ഷരങ്ങൾക്കും സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഏറെക്കുറെ എല്ലാം ഇംഗ്ലീഷ് അക്ഷരം പോലെ തന്നെയാണ് എഴുതുന്നത്. ആകെപ്പാടെ വ്യത്യാസം 4 2 6 അക്ഷരങ്ങൾക്കേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ ആ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ്. മനസ്സിലായോ? അത്രയും മനസ്സിലായോ? ജോയിൻ ചെയ്തവർ. അപ്പം ആൽഫ, ബീറ്റ, ഗാമ നോക്ക. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഇപ്സിലോൺ, സീറ്റ, എൽറ്റ, തീറ്റ, അയോട്ട, കാപ്പ, ലാംഡ, മൂനു, സൈ, ഒമിക്രോൺ, പൈറോ, സിഗ്മ, ടൗ, ഇപ്സിലോൺ, ഫൈ, ഖൈ, സൈ, ഒമേഗ. ഇതാണ് ഗ്രീക്കിലെ 24 അക്ഷരങ്ങൾ. അതിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൽഫയുടെ ക്യാപിറ്റൽ എ എന്ന് തന്നെയാണ്. ബീറ്റ, ബി, ഗാമയുടെ ക്യാപിറ്റൽ വ്യത്യസ്തമാണ്. നമ്മുടെ എൽ ഇംഗ്ലീഷിലെ തിരിച്ചിട്ട പോലെയാണ്. ഡെൽറ്റ ത്രികോണം പോലെയാണ്. എപ്സിലോൺ ഇംഗ്ലീഷിലെ ഇ, സീറ്റ ഇംഗ്ലീഷിലെ ഇസഡ്, ഏറ്റ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ എച്ച് പോലെയാണ്. തീറ്റ വ്യത്യാസമാണ്. അയോട്ട ഇംഗ്ലീഷിലെ ഐ ആണ്. കാപ്പ ഇംഗ്ലീഷിലെ കെ ആണ്. ലാംഡ വ്യത്യാസമാണ്. മൂ ഇംഗ്ലീഷിലെ എം ആണ്. നു ഇംഗ്ലീഷിലെ എം ആണ്.
ജൈ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഒമിക്രോൺ ഇംഗ്ലീഷിലെ ഓ ആണ്. പൈ വ്യത്യാസമാണ്. റോ ഇംഗ്ലീഷിലെ പി പോലെയാണ് എഴുതുന്നത്. സിഗ്മ ഇംഗ്ലീഷിലെ സിഗ്മയുണ്ട് എസിന്, പക്ഷെ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ വ്യത്യസ്തമാണ്. സിഗ്മ. ടൗ ഇംഗ്ലീഷിലെ ടി ആണ്. ഉപ്സിലോൺ ഇംഗ്ലീഷിലെ വൈ പോലെയാണ് എഴുതുന്നത്. ഉപ്സിലോൺ സ്മാൾ ലെറ്റർ ഇംഗ്ലീഷിലെ യു ആണ്. ഫൈ വ്യത്യാസമാണ്. കൈ ഇംഗ്ലീഷിലെ എക്സ് പോലെ എഴുതും, പക്ഷെ സി എച്ച് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. സൈ ഇംഗ്ലീഷിലില്ല. ഒമേഗ സ്മോൾ ലെറ്റർ ഇംഗ്ലീഷിലെ ഡബ്ല്യു പോലെ എഴുതും, പക്ഷെ ക്യാപിറ്റൽ ലെറ്റർ ഓ ഒമേഗ എന്നുള്ള കറണ്ടിന്റെ വാട്ട്സ് കാണിക്കുന്നതിന് എഴുതുന്ന മാർക്കിംഗ് പോലെയാണ്. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരണം. ഇനി എല്ലാ ഇംഗ്ലീഷിലുള്ളതുപോലെ ഗ്രീക്കിലും വവൽസ് ഉണ്ട്. ഗ്രീക്കിൽ 7 വവൽസ് ആണുള്ളത്. അതിൽ 5 സ്മാൾ വവൽസും 2 ലോങ് വവൽസും, ഷോർട്ട് വവൽസും ലോങ് വവൽസും. അവിടെ നിർത്തണം. ഇവിടെ ഞാനിത് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. ഷോർട്ട് വവൽസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ളത് പോലെ AEIOU എന്ന് പറയുന്ന പോലെ ഇൻ ഗ്രീക്ക് ആൾസോ വി ഹാവ് ഷോർട്ട് വവൽസ് ലൈക്ക് ആൽഫ, എപ്സിലോൺ, അയോട്ട, ഒമിക്രോൺ, ഉപ്സിലോൺ, AEIOU. കൂടാതെ ഇൻ ഗ്രീക്ക് വി ഹാവ് 2 ലോങ് വവൽസ്, ദാറ്റ് ഈസ് ഈറ്റ, ആസ് ഇഫ് വി സേ ഇൻ മലയാളം ഈ എന്ന് പറയുന്ന പോലെ ഗ്രീക്കിൽ ഈറ്റ എന്ന് പറയും. എഴുതുന്നത് ഇംഗ്ലീഷിലെ സ്മാൾ ലെറ്റർ എൻ പോലെയാണ്, അതിന്റെ ക്യാപിറ്റൽ എച്ച് പോലെ എഴുതും, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്ന ഇ എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊരു ഗ്രീക്ക് അക്ഷരം എന്ന് പറയുന്നത് ഒമേഗയാണ്, ഇംഗ്ലീഷിലെ ഡബ്ല്യു പോലെ, പക്ഷെ ദാറ്റ്സ് എ ലോങ് വോവൽ. ഓ, മലയാളത്തിൽ നമ്മൾ ഓ ഓ, ആ ഇ ഉ ഉ, ഈറോ ഇലോ, എ ഐ ഓ ഓ എന്ന് എഴുതുന്നതിന് തുല്യമാണ് ഗ്രീക്കിലെ ഒമേഗ. ഓക്കെ, ഇനി ഗ്രീക്കിൽ 2 വവൽസ് ഒന്നിച്ചു വന്നാൽ, പ്രത്യേകിച്ച് ഷോർട്ട് വവൽസ് 2 ഒന്നിച്ചു വരുന്നതിന് ഡിഫ്തോങ്സ് എന്ന് പറയും. എന്താ പറയും? ഡിഫ്തോങ്സ്. അതിൽ നിങ്ങൾ എളുപ്പമാണ്. AEIOU എന്ന് എഴുതിയിട്ട് ഐ ഇനി മാറ്റണം. ഐ മാറ്റിയിട്ട് ബാക്കി 4ന്റെ കൂടെ ഐ ചേർക്കുമ്പോൾ 4 ഡിഫ്തോങ് കിട്ടും. 2 വവൽസ് ഒന്നിച്ചു വരുന്നതിനാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ആവർത്തിക്കുന്നു. when 2 vowels are coming together in Greek, it is said to be a diphthong. It is said to be a diphthong. So when 2 small short vowels coming together, so the way how you make it, it is simple. You write down all the short vowels like AEIOU, extract I out of it and add with the rest. That is AI, EI, OI, UI. That is I, A, OE, UI. Then afterwards you extract U out of the 4. Then add with the other 3. Then you will get the other 3 diphthongs like AU, U and U. Got it? So these are the 7 diphthongs in Greek. Diphthongs are those 2 vowels, short vowels coming together. Such are called diphthongs. Got it? Yeah. In English, actually in Greek, we also have the breathing. So when a word starts with a vowel, that should have a breathing. There are 2 breathings, smooth breathing and rough breathing. Smooth breathing, there is no sound, but rough breathing is sounded like H. Rough breathing is sounded like H. Therefore, whenever you write a word starting with a vowel, you have to put a breathing on the top of the vowel. So if there is no breathing, then you will be confused whether it is rough breathing or smooth breathing. Therefore, it is said that when a word starts with a vowel, you have to put a breathing, a smooth breathing upon all those vowels when it is used to start a word. Okay? But there are certain words whose breathings are rough. That you have to refer as rough breathing. It is almost like the single inverted comma that we put at the beginning of a sentence. That is the marking. A comma turned upside down. Okay. A comma turned upside down is rough breathing. Are you getting me? As if you write the 6 in small form. You write 6. നമ്മൾ ഫിഗറിൽ നമ്പറിൽ 6 എഴുതത്തില്ലേ?
Yeah. ആ 6ന്റെ ഒരു ചെറിയ പതിപ്പാണ്. ചെറിയ പതിപ്പ് മേപ്പിട്ട്. അതാണ് റഫ് ബ്രീത്തിങ്. റഫ് ബ്രീത്തിങ് always will be pronounced as H. Got it? Yes. Yeah. Then, so the next one. Okay. Go down. Little. See, this is how, stop. This is how we start writing. As if you have learned in the school days how to write English in 4-line books. നിങ്ങൾ താഴെ ക്ലാസ്സിൽ 4-line ബുക്കിൽ ഇംഗ്ലീഷ് എഴുതി പഠിച്ചവരാണോ എല്ലാവരും? Would you please switch on your cameras? Those who are on the device, I advise you to switch on the camera. I want to see your facial expression so that I can see whether you understand or not. This is not like any other theological subject. Theological subject you can read, you can reflect on, but Greek is something different that you have to fully focus, you have to put all your effort to study this language. So this is a privilege for all our students to learn at least how to read Greek. If you get a dictionary, naturally you can very well read it and try to understand the meaning. That will help you to prepare sermons. Okay, look at this. Here we have 2 lines. We have 2 lines. So it is almost like the 4-line English book. So we have put only 2 lines. The other 2, first the top and the bottom lines, we did not put. But this letter is written in such a way. Look at the star. You find a star with every letter. Did you find it? Yes. Yes. Sure. It is from there you have to start writing. You cannot simply write in any direction as if you write one word, you write one letter half on the other side, and that you cannot do. You have to start from that particular point where it is started in this figure. Okay? Can you see that stars? So every word has to be written by starting from that point. Okay? And there are certain words written only in 2 lines. Have you seen that? Alpha is in 2, epsilon 2, iota 2, kappa 2, nu 2, omicron pi 2, sigma 1 sigma in 2, then tau in 2, upsilon 2, omega 2. But there are also some other letters written in 4 lines, beta in 3 lines, delta in 3 lines, then theta in 3 lines, lambda in 3 lines, then rho, the bottom 3 lines, sigma like English in 3 lines, then chi, the bottom 3 lines. But there are also certain other letters written in all the 4 lines like beta, then zeta, then psi, then what? Psi. So those are the 4 letters or 5 letters written in 4 lines. Did you get it? Yeah. Yes. Hello? Yes. Sir. നിങ്ങൾ പ്രതികരിക്കണേ, ഞാൻ കുഴഞ്ഞു പോകും. Yes. ഞാൻ ക്ലാസ്സിൽ ഗ്രീക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും. കാരണം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നൊന്നും അറിയത്തില്ല. എന്റെ സ്ട്രെയിൻ എടുത്താൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഗ്രീക്ക് പഠിപ്പിച്ചിട്ട് വയറ് കത്തും. ബസ്സിൽ പോയി എന്തെങ്കിലും കഴിച്ചെങ്കിലേ കോളേജിൽ പിന്നെ എനിക്ക് അടുത്ത ക്ലാസ്സിൽ കയറാനൊക്കെ തോന്നും. അത്ര സ്ട്രെയിനാണ്. ദിസ് ഈസ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇത് 1 മണിക്കൂർ കൂടുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല. മാക്സിമം 1 hour. Okay. Let me go to the next lesson. Next page. Okay. So here we have given the breathings and all those things. We already finished. Go to the next lesson. Breathing we finished. Capital letters we finished. Wait. Little above. That's enough. Here we find the marking, the punctuation marks. You know, in English we have comma, inverted comma, we have then semicolon, question mark. You know, when you write the SLC examination, punctuate the following sentence. There's a question for 1 mark. You remember? Yes. Yeah. In Greek also, you have punctuation. Comma is almost similar comma that which you use in English. Okay? Full stop also is like the English full stop. But semicolon. For semicolon, what you do is put a full stop on the right top. Usually full stop will be on the right bottom of the sentence. Okay. But when you put the same dot on the right top, it is semicolon. And also the semicolon marking also is there. This semicolon mark indicates question mark.
So every question, what is the mark used in Greek? Semicolon. Semicolon. In addition, if it is a bracket, one single capital letter is given in the beginning and the end. One single capital letter will be given alone in the beginning and the end, so that you will understand that that which comes in between these two capital letters, how to put in bracket or inward comma, something else. Okay. Then again, the next one is elision or diaresis. Erasia. That sense, when you write in English, when you write does plus not, does not. When you write does not, we will write doesn't. The O will be omitted. Instead, we will put an apostrophe. Are you getting me? Yeah. Yeah. In the same manner, similarly, we have will not. WILL will not. But we will be writing won't. WON apostrophe T. So in the same manner, in Greek, when two words are coming together, close, and the last letter of the first word, if it is a vowel, and the next word is starting with yet another vowel, naturally, the last letter of the previous word will be dropped. That's why dia, dia means between or through. That's the meaning. That's a preposition. Dia, when right, if it is followed by another word starting with a vowel, then it will be put as D with an apostrophe. Similarly, another word, al. Did you notice that? Allah. Allah. It is not Arabic Allah. It is Greek Allah. Allah in Greek means but. It is a conjunction. What is a conjunction? What is a conjunction? What is a conjunction? I'm asking the English speaking people. Conjunction. രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. Yeah, conjunction is a word that connects joins two two words words or or two sentences. sentences. And Allah in Greek is a conjunction, but I will tell you, the meaning is but. The meaning is but. There are two words used in Greek for but. One is day and the other is Allah. But Allah is the strongest conjunction of contrast. Allah is the strongest conjunction of contrast. When you say something and in the next sentence, if you say quite the opposite, then watch, naturally you will write Allah. Are you getting me? Yes. But in English, instead of day also is but. That is light but. In English, we have however or nevertheless. Something similar. Okay. Now let's go to next. Those are not important thing. Yeah, stop. Can you see certain things written over there? Yes. In capital letter? Yes. Can somebody read that? Which page എത്രയാ സാറേ? No. Page number. Page number. ആ ബ്രദറിനോട് പറ. ഇതിന്റെ മേലോട്ട് പേജ് നമ്പർ എത്ര എന്ന് പറയാം. Or let me try. പേജ് നമ്പർ 24. Okay. 24. Can you see those capital letters written there? Yes. Omicron pi. Omicron, pi, Omicron, upsilon. How will you read it? Uppu. Then next one is gar. Gamma. Alpha, Gamma. rho. Next one is estin, epsilon, sigma, tau, iota, nu. Next one is omicron. Then next one is theta, eta, sigma, alpha. So it will be alpha, gamma, rho, omicron, sigma. It will be Thesaurus. What is that? Thesaurus. Thesaurus. Then zoo, sigma, omicron, upsilon. That means U. Okay.
Okay? Okay. You now understand how to read. Yeah. You try to read it so that you will get familiar with all the Sigma. letters. That's why I ask you to read. Let's go to the next page. Next page, 24. Yeah. Lesson 3. Lesson number 3. Here we start the deep study. So unless you study the alphabets, here on, it will be very difficult to study. Are you with me? Yes. Yes. How many of you listen me? Yes. Yes, sir. All of you. Okay, let me tell you. You have to study thoroughly all the alphabets. Otherwise, you cannot understand what I am teaching in the next pages. Got it? Yeah. In Greek, as we learned in English, there are 8 parts of speech. How many parts of speech? 8. What are the parts of speech? Noun, Pronoun, 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 verb, verb, proverb, adjective, adjective, preposition, conjunction, and and last one, interjection. yeah, interjection. Interjection. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ആണോ ഗ്രീക്ക് ഗ്രാമർ ആണോ പഠിക്കുന്നത്? English. ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടി വന്നിരിക്കുക. Unless you know the English grammar, it is rather difficult to learn the Greek grammar. മറന്നുപോയി. Both are very much connected. Almost the grammar also is almost the same. Okay. So let us start with verb. Parts of speech means any sentence or any sentence that which you write or speak. You will be using words or vocabulary. Everybody say vocabulary. 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 Why do we use vocabulary? Vocabularies are the ones that give us a sensible sentence. Okay? So in a vocabulary, of course, there will be noun. Of course, there will be pronoun. Of course, there will be verb. Are you getting me? So we start with the verb. We start with the verb. Are you listening me? Yes. Okay. When we say verb, the most important thing regarding verb, how to use a verb. You might have learned in English, the verb should be matching the subject. Yes. Am I not right? You're right. The verb should be matching the subject. That is one thing. Then regarding verb, the most important thing. Can somebody say what is the most important thing as far as a verb is concerned? Singular or plural? Tell me. Singular or plural? That is not the most important thing. There That I should be said already. subject. It will in There the should be present tense. subject. It will be matching with the noun or subject. What is the most Yeah. important thing in verb? Subject. What is a There should be verb? What is a verb? An action. Action. Verb indicates action. an action. It's an action verb. An action can be done in the past, Or in the in the present. present, and in the Future. future. Therefore, the most important thing regarding an action is Tense. Subject. tense. Who said that? Susama Moses. Tense. Yes, sir. Okay. The most important thing related to verb is Tense. 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 In English, we have how many tenses? Three. Or in all languages? Past tense. Present tense. When I ask you how many? Three. Three, sir. Three. 3. What are those 3? Present, Present, past, past. future. Present, Future. past, and future. Future. Okay. Then again we know each tense in English is subdivided into 4. Yes. Okay. Simple present, Yes, sir. present continuous, present perfect, and present perfect Continuous. continuous. Past also similarly divided into for subdivision and future too. Got it? Yes. Yes. Yeah. But in Greek, how many tenses are there? Last class I told you. Can somebody remember? 4, 4. Five.
Who said 3? 3. Present tense. Kusuma Biji, you are Imperfect. absolutely wrong. I told 4. You thought 4. Yes. It is 5. No. Total 5. said- Total 5. Biji five. Thomas said 5. Yeah. Does anybody have any other answer? Any other answer? Does anybody? Somebody said 3, somebody said 4, somebody said 5. Do you have any other number? 7. 5. Alla, 7. 7. Who said 7. that? Last class, you took the notes, but you didn't go through it. Now only you turned the pages and found that it is 7. Hey, madam, I've been teaching for the last 23 years. I can very well understand how people deal with. Okay, there are 7 tenses in Greek, Yes. in which through are not at all important or not significant. They are future perfect and Perfect and pluperfect. pluperfect. Blue Yeah. perfect. Blue 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 perfect. perfect and future perfect, they are very unimportant. So you don't have to bother about those 2. Yes. So there are, in that sense, 5 Present tense. other tenses which are used regularly in Greek. Yes. Okay, of the 5, 3 are found in all other languages. So those 3 are the familiar one found elsewhere. They are like present, past, and future. Yes. But in Greek, when it's a present tense, Present indicated. that present tense can be translated as if we do in English, simple past, simple present, and present continuous. Okay. Simple present and present continuous. continuous. That is what is called in Greek present active or present indicative active. Yeah, present indicative. You can see here present indicative active. Did you find that in this lesson 3? Yes. The present. Okay. Okay. Then the next tense is imperfect. What is that? Imperfect. 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 You don't have to move this. I just tell, no, don't move this. We are coming back to this. Next one is imperfect. Imperfect is equal to, you can write down it. You can take note of it. Imperfect is equal to past continuous tense. What is that, Annie? Are you listening? Imperfect is Yes. equal to Yes. Continuous. Continue action. past continuous. Past continuous. Then in Greek, we have future tense too. We have a Future tense. future tense. So, in addition, there are 2 particular tenses used in Greek. There are 2 very particular tenses used in Greek. They are perfect tense and aorist tense. Aorist tense. Yeah. These things I taught in the last class. Yes. These are perfect tense and aorist tense. Okay. Yeah. What is the specialty of perfect tense? Perfect tense will be used when the perfect tense is used. The action is Action. already over in the Oh, yeah. past, but the Yes. effect of the action will be continuing to the Continuing. future. It is Yes. usually said in perfect tense. Then what is aorist tense? Aorist tense is used to denote an action that happened in the past if that perfect tense is used in indicative mood. I told you there are 4 mood in Greek. They are indicative mood, imperative mood, what is that? Indicative mood, Yeah. Imperative mood. imperative mood, Uh, subjective mood, subjunctive mood. subjunctive mood, not subjective but junction, Subjunctive mood. subjunctive mood, Objective mood. and Objective. objective mood. Indicative mood is indicating a statement of reality, an absolute statement of reality, an absolute statement of reality. Yeah. Imperative mood, everybody knows, command or request. And a request. Then subjunctive mood is equal to
may, To- or maybe Perhaps, something may like or may not. may or may not. Perhaps. That is Perhaps. subjunctive. And optative mood is a wish or will, a desire. Yes. Okay. So those are the four moods. So when a verb is used in the aorist tense in indicative mode, in indicative mode, it will be a past event. It will be a past event. Past For moment. example, the word became flesh. The word became flesh. It is written in aorist tense and indicative mode. That is referred as a past event. The word became flesh. Okay. But when it is written in imperative mood, indicating a future action, but immediate future action, you have to definitely do that. Hmm. Okay. Yes. Aorist with the imperative. Aorist imperative. Imperative. Then subjunctive mood, you know. There's something like if and conditional clauses. Hmm. Unconditional and conditional clauses. Okay, that's all. Now let's come to the lesson number 3, where we start with the present indicative active. Everybody say Present Present indicative. indicative. Present indicative active. present indicative active is almost like the present tense in English. The present tense in English, anything that which is written in the present indicative active can be translated as simple present or present continuous. You can translate into two forms: simple present and present continuous. What is simple present tense? Subject plus simple present form of the verb. For example, I walk, she walks, he walks, we walk, you walk. You write, I write, we see. So those are the simple sentences, simple tense, present tense. But present continuous, for example, I am walking, you are walking, we are walking, they are walking, she is walking, he is walking, they are walking. So he writes, he is writing, they are writing, you are writing. He is sleeping, they are sleeping, we are sleeping. So present continuous also. So anything that which is written in present indicative active, it can be translated as simple present tense or present continuous. Hello, മനസ്സിലായോ? Right. Yeah. Look at me. We spoke about the pronouns. Can you tell the pronouns in English? What is a pronoun? The pronoun is Pronoun. specializing. The word used in Oh, tell. place of a Very noun. good. Hmm. Instead of noun, we are What's a using- pronoun? Word used in place of a noun. Example, A word He. used in the place of a noun. Okay, so He. that's good. Tell me the He. words that can be used in the place of a noun. he, she, He, she, it, They. it, they, It. we, we. us, Tell. them, Pardon? them, Then no. them, THEM. they. Then can be used but will be in accusative sense or indirect option. Tell me. Okay, we can classify them into 3 persons. What are those? First person. I. What is that? 3 First persons. person. Tell me the 3 First- persons. First person. First person. I, The pronouns I. can be classified into 3 persons. First person, second person, Second third person person. and third person. So when I say first person, I am the first person. Or if Yes. there is another person with me, we are the first persons. So Yes. I and we are the First person. first person. Then you is, when I speak to you, you are the Second person. second person. Second When person. we speak about other people, if it is a They- single person, they- male, we'll say he. If it is a single person, female, we'll say she. If it's a single thing, it is it. And the plural is They. they. So first person singular and plural, I and we. Second person singular and plural, both are you in English. And third person singular and plural. He, she, it He, she, are it, singular they. and they is plural. You got it? Okay. yes, sir. Now, in Greek, when you use a verb
When you use a verb. Are you getting me? Yes. Look at me. We have just 8 more minutes. Let me finish. In Greek, when you write a verb, I told you, in Greek, every word has 2 parts. Every word has 2 parts. whether it's a subject or an object or a noun or I would say a verb. Every word has 2 parts. What are the 2 parts? One is called the stem. One is called the, in English we say root word. Yeah. In Greek it is called Stem. 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 You take a stem of a rose. So you take a piece of the rose, to plant. Yes. So stem. So first part is called Stem. and the second part is called ending. ENDING. That means end. You got it? Yes. Verb stem. Are you getting me? Yes, sir. Yes. In the case of verb also, it has 2 parts. One is stem and the other is ending. Are you getting me? Yes. One is stem, other is Ending. 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 Look at me carefully. When you write down a verb in Greek, the ending will tell you which person is the subject. In every verb, there is a pronoun. As if say the 3 persons, any one of these persons. In Greek, every verb has the person in it. Are you getting me? Yes. How do you find the person in a verb? Look at me. A person in the verb can be discerned out of the ending. Or the ending of a, listen carefully, the ending of a verb. The ending of a verb will be changing as per the number, as per the tense, as per the person. Are you getting me? Yes. The ending of a Greek verb will be changing As per per the number, person. tense. Let me put in the different way. Tense. As per the tense, Okay. as per the person, as per the number. You put in that way. Yes. Yes. The ending of a Greek verb will be changing as per the tense, As per the number and as per the number, person. And as per the person. person. That means out of a word, for example, when you write, okay, let me put another word. Walk is singular or plural? WALK walk or TLK talk, singular or plural? Plural. What is the singular? Plural. What Walks. is the singular? Walks. Walks. So out of the ending of walk or walks, we come to know that verb is whether singular or Plural. plural. In the same manner, in the Greek, out of the ending, you will find whether this is singular or plural. You got it? Yes. Yes, sir. You got it? Yes. Yes, sir. Yeah. Similarly, tense. When you write walk, is it present tense or past tense or future tense? Present tense. Present tense. When I write walked, Past tense. walked, how do you understand that? By ED. Are you seeing By that? the ending. In Yes. Greek also, when you look at the ending, you will know whether it is present tense, past tense, future tense, perfect or imperfect. Listen me carefully. Though the ending is changing, the stem remains the same. The stem remains the same. So the ending, look at me. The ending of a Greek verb will be changing as per the number, as per the tense, and the third thing is as per the person. Look at me. If it is first person singular, there will be one type of. So I will teach you that equation. If it is first person singular, the ending will be 1. If it is first person plural,
the ending will be a bit different. If it is Yes. second person, in English, we have second person only plural. Is there any singular? You always write you. We always write you. Is it singular or plural? So this You singular or plural? singular maybe നിങ്ങൾ ഇനി ഇംഗ്ലീഷ് ഗ്രാമറും പഠിക്കും. you singular You singular or plural? singular. Singular. ഇത്രയേ ഉള്ളോ നിങ്ങളുടെ അറിവ്? You is എന്ന് പറയുവോ? illa, you are. In English can be singular and plural also. is used in In both English, sense. singular and But plural. all the verbs used with you will be used as plural. We will say you walk. You don't say you walks. You will say you are. You will not say you is. One person. So you is always used as Plural. plural. When you write, you is used as plural. But in Greek, we have both singular and plural you. Are you getting me? You have both the singular and plural you, and out of the ending of the verb, you will come to know whether it is you singular or you plural. Yes. Yes. Okay? Yes. Are you getting me? Yes. Okay. Then third person, as per the person. So second person, third person. When it is third person, again the ending will be changing. So three things. The ending of a Greek verb will be changing as per the tense, as per the Person, Tense, person. tense, person, number. and as per the number. number. Once again, the ending of a Greek verb. Will be ഇനി noun-ലും വരുന്നുണ്ട്, അത് പിന്നെ പഠിപ്പിക്കാം. The ending of a Greek verb Will change Changes as per the number, as per the person, tense, and tense. as per the tense, As per the number, And as per the tense, as per the person, and as per the number. number. persons. Tense of person, number. Got it? Yes. Got it? Yes. Yes, sir. Now the time is running short. Let me finish. We have here, look at that. Present indicative active of the luo. I lose or I am losing. Look at that. First person singular. What is it? Luo. Luo. How do you Luo. pronounce? Luo. Lambda. Lambda, Lambda. epsilon, omega. Luo. Are you getting me? Yes. Luo. What is the ending? Lu is the stem. Ending is omega. Yes. So when you find luo, the ending is omega, out of which you come to know that it is first person singular present. When omega comes, it is present tense, first person singular. Everybody video. Yes. Then look down. Say When you second find sentence. luomen, first person plural present tense, luomen. Then second person singular, lueis, second person plural, luet, it is written downward. And third person singular, luei, and third person plural, luusin. In all these, the stem is lu. The stem is Lu. Lu. lu, and the ending is omega, omen, eis, ette, ei, uzin. So it's an equation. Omega, omen, eis, ette, ei, umen, uzin. Omega, omen, eis, ette, ei, uzin. Understand that equation. Every verb in present indicative active, the ending will be same, like equation in mathematics or physics. E is equal to mc square, or you say a plus b the whole square. In the same manner, here we have these words. Remember, omega, omen, eis, ette, ei, uzin. So these are the ending. You try to read that, understand that. I am winding up here. Okay? Okay. Okay? Shall we close? Yes. Just read that. Then you will find it. Okay? The meaning is Yes, sir. I am losing or I lose. You are losing or you lose. He is losing or she is losing or it is losing. Or losers. We are losing. You are You are- losing. And they they are are losing. First person, second person, third person. Singular and plural.
indicative, active, present. So present, indicative, active, first person, singular, and plural. These are the things we learn. We'll continue in the next class. Don't miss the class. Come online at the right time. Okay? And anybody who is absent, just go through the recorded notes and try to understand. Don't ask me to repeat all what I taught once again. Okay? So this you have to by heart. Yes. Next class, I will teach you other verbs. Okay. God bless you. Have a nice day. Bye. Thank you. We close it. Yes. Yes, Any sir. questions? No, sir. Any question? No, sir. Okay. Thank you. I'm closing.